ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ രണ്ടാമത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ഇനിയുള്ള വർഷങ്ങളിൽ അത് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലേക്കുള്ള പട്ടികയിലേക്ക് രാജ്യം ചുവടുവെക്കുകയാണ്. ഏറ്റവും പുതുതായി വരുന്ന കണക്കുകൾ ആ സൂചനയാണ് നൽകുന്നത്. അതായത് 2024-25 കാലയളവിൽ നമ്മുടെ രാജ്യം 23,622 കോടി രൂപയുടെ ആയുധങ്ങളാണ് കയറ്റുമതി ചെയ്തത്. 2013-14 കാലഘട്ടത്തിൽ അത് 686 കോടിയെങ്കിൽ അതിൽ നിന്ന് 23,000-ലേറെ കോടിയിലേക്ക് ആ കുതിപ്പ് വന്നിരിക്കുന്നു. ഒപ്പം ഇതിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് 8,389 കോടി രൂപയുടെ ആയുധങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ സ്വകാര്യ മേഖലയാണ് അതിലും വലിയ പങ്ക് വഹിച്ചിരിക്കുന്നത്. 15,233 കോടിയുടെ ആയുധങ്ങളാണ് സ്വകാര്യ മേഖലാ കമ്പനികളിൽ നിന്ന് കയറ്റുമതി. ഈ കയറ്റുമതി ഏകദേശം 80ഓളം രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ളത് എന്നത് ഈ മേഖലയിൽ രാജ്യത്തിൻ്റെ വളർച്ചയെ കൃത്യമായി സൂചിപ്പിക്കുന്നു. ഇനി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അതിൽ നമുക്കറിയാം ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ വിവിധ പ്രതിരോധ സേനകൾക്ക് പല വിധത്തിലുള്ള കരുത്തുമായി ചേർന്ന് നിൽക്കുന്ന കമ്പനിയാണ്. ഒപ്പം BL ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, BEML ഭാരത് ഡൈനാമിക്സ്, അങ്ങനെ പോകുന്നു പൊതുമേഖലാ കമ്പനികളുടെ ഒരു നിര. ഇവരൊക്കെ രാജ്യത്തെ സൈനിക വിഭാഗങ്ങൾക്ക് വലിയ കരുത്തായി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ്. സ്വകാര്യ മേഖലയിൽ നമുക്കറിയാം അദാനി ഇപ്പോൾ പാകിസ്ഥാനെ ആക്രമിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഡ്രോണുകൾ നിർമ്മിച്ചത് അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള ആൽഫ എന്ന കമ്പനിയാണ്. ഒപ്പം മഹീന്ദ്ര, റിലയൻസ് തുടങ്ങിയ കമ്പനികൾക്ക് ഈ പ്രതിരോധ മേഖലയിൽ അവരുടേതായ സംരംഭങ്ങളുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഒരു വലിയ കുതിപ്പ് ആയുധ നിർമ്മാണ മേഖലയിലോ അല്ലെങ്കിൽ പ്രതിരോധ രംഗത്തോ ഉണ്ട് എന്നതാണ്. അതിൽ ഐഡിയ ഫോർജ്, ഗരുഡ എയ്റോസ്പേസ്, ഐറോവ്, അശ്ന ലെൻസ് തുടങ്ങി നിലവിൽ ഏകദേശം 20ഓളം കമ്പനികളാണ്, സ്റ്റാർട്ടപ്പ് കമ്പനികളാണ് പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്നത്. അത് ഡ്രോണുകളുടെ നിർമ്മാണം, സെൻസർ സാങ്കേതികവിദ്യ വികസിപ്പിക്കൽ, മറ്റ് നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കൽ, അങ്ങനെ പല വിധത്തിൽ രാജ്യത്തെ പ്രതിരോധ സേനയ്ക്ക് കരുത്തായി സ്റ്റാർട്ടപ്പ് കമ്പനികൾ പോലും ഉണ്ട് എന്നത് പ്രധാനപ്പെട്ടാണ്. 2029 50,000 കോടി രൂപയുടെ കയറ്റുമതിയാണ് പ്രതിരോധ മേഖലയിൽ രാജ്യം ലക്ഷ്യമിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിജയം, ഇന്ത്യ പാകിസ്ഥാൻ നൽകിയ തിരിച്ചടിയുടെ പെർഫെക്ഷൻ, അതെല്ലാം കണക്കിലെടുത്ത് നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ അടക്കമുള്ളവയ്ക്ക് വലിയ തോതിൽ പുറം രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ഓർഡറുകൾ വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഇപ്പോൾ ഡ്രോൺ മേഖലയിലടക്കം കൂടുതൽ കരാറുകളിലേക്ക് രാജ്യം പോകും. അതായത് ഈ 50,000 എന്ന് ഒരുപക്ഷെ 2029 മുമ്പ് തന്നെ സംഭവിച്ചേക്കാവുന്ന ഒരു നേട്ടമായി മാറും.